എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലെ അത്ഭുതമായ മിറാക്കിൾ ഗാർഡനിലാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഈ മാസം നടന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. മാർച്ച് പകുതിയോടെ UAE റെസിഡൻസായ എല്ലാവർക്കും ഇവിടെ സൗജന്യ പ്രവേശനം അനുവദിച്ചിരുന്നു. എന്നാൽ സന്ദർശകരുടെ എണ്ണം അമിതമായി വർദ്ധിക്കുകയും വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തതുകൊണ്ട് പിന്നീട് ഈ ആനുകൂല്യം UAE റെസിഡൻസായ കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. വാലിഡായ എമിറേറ്റ്സ് ID കാണിച്ച് ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി ഈ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2013 ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിലാണ് മിറാക്കിൾ ഗാർഡൻ ആദ്യമായി ലോകത്തിന് മുന്നിൽ തുറന്നുകൊടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടം സന്ദർശിക്കുന്നത്. ടിക്കറ്റ് നിരക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഏകദേശം 100 ദിർഹത്തിനടുത്താണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. എന്നാൽ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. സീസൺ അനുസരിച്ച് നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വരാമെന്നതും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പൂന്തോട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏകദേശം 15 കോടിയിലധികം പൂക്കളാണ് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. മിറാക്കിൾ ഗാർഡനിൽ ഏകദേശം 4 കിലോമീറ്ററിലധികം നീളമുള്ള നടപ്പാതകളുണ്ട്. നിങ്ങൾ ഈ പൂന്തോട്ടം മുഴുവൻ നടന്നു കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കും. ഇവിടെ കാണുന്ന 15 കോടിയിലധികം പൂക്കളിൽ ഭൂരിഭാഗവും പെറ്റൂണിയ എന്ന ഇനത്തിൽപ്പെട്ട പൂക്കളാണ്. എന്തുകൊണ്ടാണ് പെറ്റൂണിയ അധികമായി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവ പല നിറങ്ങളിൽ ലഭ്യമാണ്. നീല, വെള്ള, പിങ്ക്, പേർപ്പിൾ. ദുബായിലെ കാലാവസ്ഥയിൽ നന്നായി വിരിഞ്ഞു നിൽക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഡിസൈനുകൾക്കും കമാനങ്ങൾക്കും മുകളിൽ പടർന്നു പിടിക്കാൻ ഇവ വളരെ എളുപ്പമാണ്. പെറ്റൂണിയയെ കൂടാതെ മേരിഗോൾഡ്, ജെറേനിയം, സൂര്യകാന്തി എന്നിവയും വലിയ തോതിൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ വർഷവും തീമുകൾ മാറുന്നതിനനുസരിച്ച് പൂക്കളുടെ നിറങ്ങളിലും ക്രമീകരണങ്ങളിലും മാറ്റം വരുത്താറുണ്ട്. മിറാക്കിൾ ഗാർഡനിലെത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രസകരമായ കാര്യമാണ് പരിശീലനം സിദ്ധിച്ച വേട്ടപ്പക്ഷികൾക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ട്. ഗാർഡൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഇതിനായി സൗകര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കയ്യിലിരുത്തി ഫോട്ടോ എടുക്കാം. പ്രത്യേക ഗ്ലൗസ് ധരിച്ച് ഈ പക്ഷികളെ നിങ്ങളുടെ കയ്യിലിരുത്താൻ അവർ സഹായിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് പക്ഷിക്കൊപ്പം അടുത്തുനിന്നുള്ള ഫോട്ടോകൾ എടുക്കാം. ഇവിടെ പൂർണ്ണമായും പച്ചപ്പിൽ തീർത്ത കുതിരകളെ കണ്ടോ? സാധാരണ കാണുന്ന പൂക്കൾക്ക് പകരം പച്ച നിറത്തിലുള്ള ചെടികൾ കൊണ്ടാണ് ഇവയെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പച്ചപ്പ് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. മിറാക്കിൾ ഗാർഡനിലെ ഒരു വിസ്മയം തന്നെയാണിത്. ടോപ്പിയറി ആർട്ട്. ജീവനുള്ള ചെടികളെ മുറിച്ച് വിവിധ രൂപങ്ങളിലാക്കുന്ന കലയാണിത്. ഇവിടെ കുതിരകളെ ആ രൂപത്തിൽ പച്ചപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഗാർഡൻ ടിക്കറ്റ് കൂടാതെ പക്ഷികൾക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിന് സാധാരണയായി പ്രത്യേക ഫീസ് നൽകേണ്ടി വരും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെടുക്കുന്ന ഫോട്ടോകൾ അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് വാങ്ങാനും സാധിക്കും. ഞങ്ങളിവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ സമാധാനമായി എടുക്കാൻ പറ്റി. പക്ഷേ സമയം പോകും തോറും ഇപ്പോൾ നല്ല തിരക്ക് കൂടി വരുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും സന്ദർശകരുടെ എണ്ണം നല്ലപോലെ കൂടുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ തിരക്കില്ലാതെ ഈ പൂന്തോട്ടം ആസ്വദിക്കാൻ പറ്റും. ഈ ഗാർഡൻ്റെ നടുവിലായി നിൽക്കുന്ന ഈ കൂറ്റൻ വിമാനം കണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ വിമാനമായ എമിറേറ്റ്സ് A380 അതേ വലിപ്പത്തിലാണ് ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു മാതൃകയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടെ ഇതിനുണ്ട്. ഈ കാണുന്നതാണ് മിറാക്കിൾ ഗാർഡനിലെ ഏറ്റവും മനോഹരമായ നടപ്പാതകളിലൊന്ന്. തലത്തിലേക്ക് മുകളിൽ ആയിരക്കണക്കിന് വർണ്ണശബളമായ കുടകൾ നിരനിരയായി തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടോ? വെയിലിനെ തടയാൻ മാത്രമല്ല, ഈ പാതയ്ക്കൊരു പ്രത്യേക ഭംഗി നൽകാനും ഈ കുടകൾ സഹായിക്കുന്നുണ്ട്. മിറാക്കിൾ ഗാർഡനിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത പാട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.